ഹായ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മാപ്പ് എടുത്ത് വെറുതെ നോക്കിയിട്ടുണ്ടോ? അതിലെ നദികൾ കണ്ടിട്ടില്ലേ? വെറുമൊരു കുത്തിവരയാണെന്ന് തോന്നാം, അല്ലേ? പക്ഷെ സത്യത്തിൽ അതൊരു രഹസ്യ കോഡ് പോലെയാണ്. ഇന്ന് നമ്മൾ ആ കോഡൊന്ന് പൊളിച്ചെഴുതാൻ പോവുകയാണ്. വെള്ളം കരയിലൂടെ ഒഴുകുമ്പോൾ ഉണ്ടാവുന്ന നമ്മളാരും അത്ര ശ്രദ്ധിക്കാത്ത ചില പാറ്റേണുകളുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന ചില പാറ്റേണുകൾ. നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ? അതെ, ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വളവുകളും തിരിവുകളുമൊന്നും വെറുതെ തോന്നിയ പോലെ ഉണ്ടാകുന്നതല്ല. പ്രകൃതിയുടെ ഈ ഡിസൈനിന് പിന്നിൽ കൃത്യമായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് ഓരോ നദിക്കും അതിന്റെ രൂപം കൊടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ നിയമങ്ങൾ? നമുക്കൊന്നിച്ച് കണ്ടുപിടിക്കാം. ഓക്കേ, ഇത് കുറച്ച് സങ്കീർണമായി തോന്നുന്നുണ്ടോ? പേടിക്കേണ്ട, ഇത് മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഒരു നദീതട വ്യവസ്ഥയെ ഒരു വലിയ നഗരത്തിലെ റോഡുകളുടെ ഒരു നെറ്റ്വർക്കായിട്ട് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചാൽ മതി, നമ്മുടെ ഇന്നത്തെ ഈ യാത്ര വളരെ എളുപ്പമാകും. അപ്പോൾ നമ്മുടെ ആ സിറ്റി അനലോജിയിലേക്ക് തിരിച്ചു വരാം. ഏതൊരു നഗരത്തിനും അതിൻ്റേതായ ബോർഡറുകളും നിയമങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ, അല്ലേ? അതുപോലെ തന്നെയാണ് ഈ നദീശൃംഖലകളുടെ കാര്യവും. അതിനും ചില അതിരുകളൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വാക്ക് കാച്ച്മെന്റ് ഏരിയ അല്ലെങ്കിൽ വൃഷ്ടിപ്രദേശം. സംഭവം സിമ്പിളാണ്. ഒരു വലിയ പാത്രത്തിലേക്ക് വെള്ളം ശേഖരിക്കുന്നത് പോലെ ഒരു നദി അതിനാവശ്യമായ വെള്ളം എവിടെ നിന്നൊക്കെയാണോ ശേഖരിക്കുന്നത് ആ സ്ഥലത്തെയാണ് നമ്മൾ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഒരു നദിയുടെ വാട്ടർ കളക്ഷൻ സോൺ. ഇനി അടുത്തത് ഡ്രെയിനേജ് ബേസിൻ, അതായത് നദീതടം. ഇത് കുറച്ചുകൂടി വലിയൊരു ഏരിയയാണ്. നമ്മുടെ സിറ്റിയുടെ ഉദാഹരണം വെച്ച് പറഞ്ഞാൽ ഒരു മെയിൻ ഹൈവേയും അതിലേക്ക് വന്നു ചേരുന്ന എല്ലാ ചെറിയ റോഡുകളും ചേർന്ന ഒരു വലിയ നെറ്റ്വർക്കില്ലേ, അതുപോലെയാണിതും. ഒരു പ്രധാന നദിയും അതിൻ്റെ എല്ലാ കൈവഴികളും ചേർന്ന ആ മൊത്തം പ്രദേശമാണ് ഡ്രെയിനേജ് ബേസിൻ. ഓക്കെ, അടുത്ത വാക്കാണ് വാട്ടർ ഡിവൈഡ് അല്ലെങ്കിൽ ജലവിഭജകം. ഇതെന്താണെന്ന് വെച്ചാൽ സാധാരണയായി ഉയർന്ന മലനിരകളോ കുന്നുകളോ ഒക്കെയാണ്. ഇതൊരു വേലി പോലെയാണെന്ന് വിചാരിച്ചോ. ഈ വേലിയുടെ ഒരു സൈഡിൽ വീഴുന്ന വെള്ളം ഒരു നദീതടത്തിലേക്കും മറ്റേ സൈഡിൽ വീഴുന്ന വെള്ളം വേറൊരു നദീതടത്തിലേക്കും പോകും. സിമ്പിളായി പറഞ്ഞാൽ വെള്ളത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുവിടുന്ന ഒരു ട്രാഫിക് പോലീസ്. ഇതിന് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഒരു അടിപൊളി ഉദാഹരണമാണ് ഡൽഹിയിലെ കുന്നുകൾ, ഡൽഹി റിഡ്ജ്. ഈ കുന്നുകളുടെ ഒരു വശത്ത് മഴ പെയ്താൽ ആ വെള്ളം സിന്ധു നദീതടത്തിലേക്കും മറ്റേ വശത്ത് പെയ്താൽ അത് ഗംഗാ നദീതടത്തിലേക്കുമാണ് ഒഴുകിച്ചെല്ലുന്നത്. ഒന്നാലോചിച്ച് നോക്കിക്കേ, ഒരേ മഴവെള്ളം, പക്ഷെ അത് രണ്ട് വലിയ നദീസംസ്കാരങ്ങളെയാണ് പോഷിപ്പിക്കുന്നത്. ശരിക്കും അത്ഭുതം തന്നെ, അല്ലേ? റൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ശൃംഖലയുടെ അതിരുകളൊക്കെ ഏകദേശം മനസ്സിലായി. ഇനി ആ അതിരുകൾക്കുള്ളിൽ വെള്ളം എങ്ങനെയാണ് ഒഴുകുന്നതെന്ന് നോക്കാം. നമ്മുടെ നഗരത്തിലെ റോഡുകൾക്ക് പല പാറ്റേണുകളില്ലേ? അതുപോലെ തന്നെ വെള്ളത്തിനും അതിൻ്റേതായ ചില ട്രാഫിക് പാറ്റേണുകളുണ്ട്. അതിലാദ്യത്തേതും ഏറ്റവും കോമണായിട്ട് നമ്മൾ കാണുന്നതുമായ ഒന്നാണ് ഡെൻഡ്രിറ്റിക് പാറ്റേൺ. ഈ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, ഇത് പ്രകൃതിയിലെ ഏറ്റവും നാച്ചുറലായ ഒരു ഡിസൈനാണ്. ഒരു മരത്തിന്റെ ചില്ലകൾ പടർന്നു പന്തലിച്ചു നിൽക്കുന്നതുപോലെ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? കാരണം വളരെ ലളിതമാണ്. വെള്ളം ഒരേപോലെയുള്ള വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തുകൂടി ഒഴുകുമ്പോൾ അത് സ്വാഭാവികമായി ചെറിയ ചെറിയ വഴികൾ കണ്ടെത്തി ഒത്തുചേരും. നമ്മുടെ സിറ്റിയിലെ ചെറിയ ഇടവഴികളെല്ലാം കൂടി ഒരു മെയിൻ റോഡിലേക്കും അവിടെ നിന്ന് നേരെ ഹൈവേയിലേക്കും എത്തുന്നതുപോലെ തന്നെ. ഇതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം എവിടെയാണെന്നറിയാമോ? നമ്മുടെ ഉത്തരേന്ത്യൻ സമതലങ്ങൾ. അവിടെ ഗംഗ, യമുന, പിന്നെ അതിന്റെ എണ്ണമറ്റ പോഷക നദികൾ, ഇതെല്ലാം ചേർന്നാൽ ഈ ഡെൻഡ്രിറ്റിക് പാറ്റേണിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത പാറ്റേൺ, റേഡിയൽ പാറ്റേൺ. ഇവിടെയെല്ലാം തുടങ്ങുന്നത് ഒരു സെൻട്രൽ പോയിന്റിൽ നിന്നാണ്. ആ ഒരു പോയിന്റിൽ നിന്ന് എല്ലാ ദിശകളിലേക്കും പടർന്നു പോകുന്ന ഒരു രീതി. നമ്മുടെ സിറ്റിയിലെ ഒരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് ഓർത്തു നോക്കൂ. അവിടെ നിന്ന് ട്രെയിനുകൾ പല ദിശകളിലേക്ക് പോകില്ലേ? അതുപോലെ ഒരു മലയുടെ മുകളിൽ നിന്ന് നദികൾ പല ദിശകളിലേക്ക് ഒഴുകി പരക്കുകയാണെങ്കിൽ അതാണ് റേഡിയൽ പാറ്റേൺ. മധ്യപ്രദേശിലെ അമർകണ്ടക് മലനിരകൾ ഇതിനൊരു ജീവനുള്ള ഉദാഹരണമാണ്. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നർമ്മദ, സോൺ തുടങ്ങിയ നദികളെല്ലാം പല പല ദിശകളിലേക്കാണ് ഒഴുകി നീങ്ങുന്നത്. ഇനി അടുത്തത് ട്രെല്ലസ് പാറ്റേൺ. ഇത് കുറച്ചുകൂടി ഒരു ഓർഗനൈസ്ഡ്, ഒരു ഗ്രിഡ് പോലെയുള്ള പാറ്റേണാണ്. ഒരു ജനലിന്റെ അഴികൾ പോലെ തോന്നാം. ഒരു പ്ലാൻ ചെയ്ത് പണിത നഗരത്തിലെ റോഡുകൾ പോലെയാണിത്. ഇവിടെ പോഷക നദികൾ പ്രധാന നദിയിലേക്ക് വന്നു ചേരുന്നത് ഏകദേശം 90 ഡിഗ്രി ആംഗിളിലായിരിക്കും, അതായത് റൈറ്റ് ആംഗിളിൽ. കട്ടിയുള്ള പാറകളും അത്ര കട്ടിയില്ലാത്ത പാറകളും ഇടകലർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് കാണുന്നത്. വെള്ളത്തിന് സോഫ്റ്റായ പാറകളെ എളുപ്പത്തിൽ മുറിച്ചു കടക്കാൻ പറ്റും, പക്ഷേ കട്ടിയുള്ള പാറകൾ അതിനെ തടഞ്ഞു നിർത്തും. അങ്ങനെയാണ് ഈ ഒരു ഗ്രിഡ് പോലുള്ള രൂപം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി അവസാനത്തെ പാറ്റേൺ, സെൻട്രിപെറ്റൽ. ഇത് നമ്മൾ കുറച്ചു മുൻപ് കണ്ടില്ലേ, റേഡിയൽ പാറ്റേൺ.
അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റേഡിയലിൽ നദികൾ ഒരു പോയിന്റിൽ നിന്ന് പുറത്തേക്കാണ് ഒഴുകുന്നത്, അല്ലേ? എന്നാൽ സെൻട്രപെറ്റലിൽ നേരി തിരിച്ചാണ്. എല്ലാ ദിശകളിൽ നിന്നുമുള്ള നദികൾ ഒരു സെൻട്രൽ പോയിന്റിലേക്ക്, അതായത് ഒരു തടാകത്തിലേക്കോ അല്ലെങ്കിൽ താഴ്ന്ന ഒരു പ്രദേശത്തേക്കോ ഒഴുകിയെത്തുന്നു. എല്ലാം ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇതിനു വളരെ മനോഹരമായൊരു ഉദാഹരണമാണ് മണിപ്പൂരിലെ ലോക്തക് തടാകം. ആലോചിച്ചു നോക്കൂ, ചുറ്റുമുള്ള കുന്നുകളിൽ നിന്നും മലകളിൽ നിന്നുമെല്ലാം അനേകം നദികൾ ഒഴുകി വരുന്നത് ഈ ഒരൊറ്റ തടാകത്തിലേക്കാണ്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഈ 4 പ്രധാന പാറ്റേണുകൾ കണ്ടു. പക്ഷേ ഈ നെറ്റ്വർക്കുകളെല്ലാം ഒരേ സൈസാണോ? ഒരിക്കലുമല്ല. ചെറിയ അരുവികൾ മുതൽ ഗംഗ, ബ്രഹ്മപുത്ര പോലെയുള്ള ഭീമാകാരമായ നദീതടങ്ങൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇവയുടെയൊക്കെ വലുപ്പത്തിന്റെ കണക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവയെ പ്രധാനമായും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വിസ്തൃതിയുള്ളവയെ നമ്മൾ മേജർ അഥവാ പ്രധാന നദീതടങ്ങളെന്ന് പറയും. 2000-നും 20,000-നും ഇടയിലുള്ളവ മീഡിയം അല്ലെങ്കിൽ ഇടത്തരം. പിന്നെ 2000-ൽ താഴെയുള്ളവയെ മൈനർ അഥവാ ചെറിയ നദീതടങ്ങളെന്നും പറയും. ഇനി ഈ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു രസകരമായ കാര്യം കാണാം. ഇന്ത്യയിൽ ആകെ 14 മേജർ റിവർ ബേസിനുകളേ ഉള്ളൂ. പക്ഷേ മീഡിയം, അതായത് ഇടത്തരം നദീതടങ്ങളോ, അത് 44 എണ്ണമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഗംഗയെയും ബ്രഹ്മപുത്രയെ പോലുള്ള വലിയ ഭീമൻ നദികൾ മാത്രമല്ല, നമ്മുടെ നാടിന്റെ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തുന്നതിൽ ഈ ഇടത്തരം നദികൾക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ നമ്മളിന്ന് കണ്ടു, നദികളുടെ ഒഴുക്ക് വെറും തോന്നിയ പോലെയല്ലെന്നും അതിന് വ്യക്തമായ നിയമങ്ങളും പാറ്റേണുകളും ഒക്കെ ഉണ്ടെന്നും. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു ബ്ലൂ പ്രിന്റ് തന്നെയാണിത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്. പ്രകൃതിയുടെ ഈ സ്വാഭാവികമായ ബ്ലൂ പ്രിന്റിൽ നമ്മൾ മനുഷ്യർ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ.